പിന്നെ ഒരു അത്ഭുതം അവിശ്വസനീയമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലരും പറയും വെറുതെ പറയുക അല്ല. ജാനകിയമ്മ സംഗീതമേ പഠിച്ചിട്ടില്ല, സരിഗമ പസലിസ പഠിച്ചിട്ടില്ല, വർണ്ണം പഠിച്ചിട്ടില്ല, കീർത്തനങ്ങൾ പഠിച്ചിട്ടില്ല. അവരുടെ ജന്മം കൊണ്ട് അവരൊരു സംഗീത അവതാരമാണ്. അതേ അവരെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാൾ പാടിക്കൊടുത്താൽ സ്വരമേതെന്നറിയാതെ അങ്ങനെ ഒപ്പിയെടുത്ത് പാടാൻ ജാനകിയമ്മയ്ക്കുള്ള കഴിവ് മറ്റാർക്കും ഇല്ല. കാരണം സ്വരമൊന്നും എഴുതിയെടുക്കില്ല. സാധാരണ സുശീലമ്മ, മറ്റേ ലീല ചേച്ചിയൊക്കെ അല്ലെങ്കിൽ വാണിജ്യറൊക്കെ മ്യൂസിക് ഡയറക്ടർ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ ആ വരികളുടെ മേലെ സ്വരങ്ങൾ എഴുതിയെടുക്കും. രിഗ, പനി അങ്ങനെ എഴുതിയെടുക്കും. പക്ഷേ ജാനകിയമ്മയ്ക്ക് ആ സ്വരങ്ങൾ അറിഞ്ഞുകൂടാ, എഴുതിയെടുക്കത്തില്ല. അവർ ഈ പാട്ട് കേട്ടിട്ട് അങ്ങനെ വളരെ പെട്ടെന്ന് പഠിച്ച് അതിമനോഹരമായിട്ട് പാടും. അത് അവർക്ക് മാത്രമുള്ളൊരു സിദ്ധിയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, ഒരു സംഗീത ദേവതയുടെ അവതാരം എന്ന് തന്നെ പറയണം. അവർ സംഗീതമായിരുന്നു. പിന്നെ സംഗീത ദേവതയ്ക്കാരും സംഗീതം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പെരുമാറ്റം, ഹാർഡ് വർക്കിംഗ്, കൃത്യനിഷ്ഠ എല്ലാം കൊണ്ട് ഞാനൊരു ഗാനരചയിതാവ് മാത്രമല്ല, സംവിധായകനും നിർമ്മാതാവും കൂടെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സംവിധാനം ചെയ്ത പടത്തിലും ഞാൻ നിർമ്മിച്ച പടങ്ങളിലൊക്കെ അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവരുടെ ഈ നന്മ അങ്ങേറ്റം ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. നന്മ ചെയ്യുന്നവർക്ക് നന്മ വരും എന്നുള്ളത് ഏറ്റവും ശുദ്ധ അസംബന്ധമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. നന്മ ചെയ്തവർക്ക് മിക്കവാറും തിന്മയെ കിട്ടുള്ളൂ, തിന്മ ചെയ്തവർക്ക് നന്മയും കിട്ടും. കാരണം ജാനകിയമ്മ, എൻ്റെ ജീവിതവും ജാനകിയമ്മയുടെ ജീവിത ചെലവാണ്. എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, അവൻ പോയി. ജാനകിയമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, അടുത്ത കുറേ മാസങ്ങൾ അയാളും പോയി. അപ്പം അങ്ങനെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ നഷ്ടപ്പെടുന്നതും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ മകൻ നഷ്ടപ്പെടുന്നതും ഏറ്റവും വലിയ ദുഃഖമാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ത്രീക്ക് എന്തുകൊണ്ട് ആ ദുഃഖം അനുഭവിക്കുന്നു? അതിന് ഉത്തരവില്ല. അപ്പോൾ നന്മ ചെയ്തുകൊണ്ട് നന്മ കിട്ടണമെന്നില്ല എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരവാണ് പറയുന്നത്. പിന്നെ അവരുടെ ഭർത്താവ് പ്രസാദ്, ജാനകിയമ്മയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയത് പ്രസാദാണ്. ആ പ്രസാദ് ഒപ്പം ഉണ്ടാവും. ആ ജാനകിയമ്മ പാട്ട് പാടാൻ വരുമ്പോൾ അവരില്ലാതെ നിഴല് പോലെ ജാനകിയമ്മയുടെ കൂടെ ഉണ്ടാവും പ്രസാദ്. അപ്പോൾ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചതോടുകൂടി ജാനകിയമ്മ ശരിക്കും പറഞ്ഞാൽ പാട്ടിനോട് വലിയ തൃപ്തി ഇല്ലാതായി, പാടാൻ നിർബന്ധമില്ലാതായി. പിന്നെ എല്ലാവരും നിർബന്ധിച്ച്, ഞങ്ങളെപ്പോലൊക്കെ നിർബന്ധിച്ചാണ് പാടിയിരുന്നത്. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മകനും മരിച്ചു. അതുകൊണ്ട് ജാനകിയമ്മ ആകെ തകർന്നു. അപ്പോൾ അവർ ഇപ്പോൾ മരിച്ചു എന്നത് ഒരു അത്ഭുതമില്ല. കാരണം അവർക്ക് ജീവിതം മതിയായി, അതുകൊണ്ട് ദൈവം അവരെ തിരിച്ചു വിളിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് വലിയ ദുഃഖമാണ് മലയാളത്തിന്. കാരണം മലയാള സിനിമ, പ്രത്യേകിച്ച് എം എസ് ബാബുരാജിൻ്റെ കാര്യം, എം എസ് ബാബുരാജ്, കെ രാഘവൻ, ദക്ഷിണാമൂർത്തി, അർജുനൻ, ഈ സംഗീത സംവിധായകരുടെ പാട്ടുകൾ സുശീലയേക്കാൾ കൂടുതൽ പാടിയിട്ടുള്ള ജാനകിയമ്മയാണ്. ഇപ്പോൾ ബാബുക്കയുടെ തളിരിട്ട കിനാക്കൾ തൻ താമരവാല വാങ്ങാൻ ഉള്ള സൂപ്പർ ഹിറ്റ് പാട്ട് പാടിയിരിക്കുന്നത് ജാനകിയമ്മയാണ്. എൻ്റെ ആ നിമിഷത്തിൽ നിർവൃതിയിൽ ഞാൻ രാവിലത്തെല്ലായി മാറി പാടിയിരിക്കുന്നത് ജാനകിയമ്മയാണ്. അകലെ അകലെ നീലാകാശം എന്ന എക്കാലത്തെയും വലിയ ഹിറ്റായ യുഗ്മഗാനം ജാനകിയോടൊപ്പം ചേർന്ന് പാടിയിരിക്കുന്നത് ജാനകിയമ്മയാണ്. ഞാൻ എഴുതിയ, വളരെ ചെറുപ്പത്തിൽ എഴുതിയ, 28 വയസ്സ് എഴുതിയ പാട്ടാണ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിൽ മാത്രം. അത് ജാനകിയമ്മ പാടിയതാണ്. മനസ്സിലൊരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി എന്നുള്ള ക്ലാസിക്കൽ കൃതി, കീർത്തനമുള്ള ക്ലാസിക്കൽ ദക്ഷിണാമൂർത്തി സംഗീതത്തിൽ യേശുദാസും ജാനകിയമ്മയും ചേർന്ന് പാടിയതാണ്. ഇങ്ങനെ നമ്മൾ ജാനകിയമ്മ പാടിയ പാട്ടുകൾ, എനിക്ക് 100-150 പാട്ടുകൾ അവർ പാടിയിട്ടുണ്ടാകും. അത് നിസ്സാരമായ കാര്യമല്ല. എനിക്ക് ഓരോ പാട്ട് ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ അതിനുള്ള സന്ദർഭമല്ലിത്.